പ്രൈസ് ദി ലോർഡ്. പ്രേക്ഷക ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ നാലാമത്തെ ദിവസം രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രേക്ഷക ഫാമിലിയോടൊപ്പം കണ്ണുനീരൊഴുക്കുകയും ചെയ്യുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആരൊക്കെ കരയുന്നുണ്ടോ, കരയുന്ന ഹല്ലേലൂയ കുടുംബങ്ങൾക്ക് കർത്താവ് മറുപടിയുണ്ട്. ഒരു വീട്ടിൽ ഒരാൾ കരഞ്ഞാൽ മതി, സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും. ഒരു പട്ടണത്തിൽ ഒരു നീതിമാൻ ഉണ്ടായിരുന്നാൽ ആ ദേശം കർത്താവ് നശിപ്പിക്കുമോ? ഇല്ല. ഹല്ലേലൂയ. അവൻ മനസ്സലിയുള്ള ദൈവമാ, അവൻ കരുണയുള്ള ദൈവമാ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആ പട്ടണത്തിലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി നിൻ്റെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ, മാതാവേ, പിതാവേ, സഹോദരിമാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ ഒരാളാണോ ആ കുടുംബത്തിനകത്ത് ദൈവത്തെ അറിഞ്ഞത്? പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത്, ഉപവാസത്തോടെ ആയിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിനകത്തൊരു മാറ്റം ഉണ്ടാകുമോ? എൻ്റെ കുടുംബത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ശുഭഭാവി ഉണ്ടാകുമോ? ഒരു വിടുതൽ നടക്കുമോ എന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നില്ലേ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ കരയുക. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുക. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും. പ്രാർത്ഥിക്കുന്നവൻ്റെ കണ്ണുനീരുകൾക്ക് സ്വർഗം മറുപടി നൽകും. അവൻ കരയുന്നവരെ കണ്ട് ആ കണ്ണുനീര് മറികടന്ന് പോകുന്ന ദൈവമല്ല. ആര് കരയുമോ, ആര് ദൈവസന്നിധി നിലവിളിക്കുമോ, ആര് ദൈവസന്നിധിയിൽ വില കൊടുക്കുമോ, ആ വിഷയങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷക ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം ഈ ചൊവ്വാഴ്ച രാത്രി കരയുന്ന മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. ഈ ഉപവാസത്തിൻ്റെ മൂന്നാമത്തെ ദിവസവും തലമുറകൾക്ക് വേണ്ടി കരഞ്ഞായിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇന്ന് രാത്രി നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ തലമുറകൾക്ക് ചുറ്റും ഒരു തീ കടന്നു പോകുവാൻ പോകുന്ന ഒരു സംരക്ഷണ തീ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു തീ സ്വർഗത്തിൽ ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ തലമുറകൾക്ക് ചുറ്റും അയക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കും എക്സാമുകൾ എഴുതുവാൻ പോകുന്ന തലമുറകൾ, എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന തലമുറകൾ ഒരു വിജയത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, അവൻ വീര്യപ്രവർത്തികളെ പ്രവർത്തിക്കുന്ന ദൈവം, കണ്ണുനീരുകളെ മാനിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് പ്രേക്ഷക ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവിള താന്നിമുടി ജംഗ്ഷനിൽ MS പ്ലാസ ബിൽഡിങ്ങിൻ്റെ, അതായത് വഞ്ചനാട് ഫിനാൻസിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഒത്തിരി പേർ കടന്നു വരുന്നുണ്ട്. പുതുതായി കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരും ദേശത്തിൻ്റെ പ്രദേശത്തിൻ്റെ ഭാഗത്തായിരിക്കുന്നവർ നിങ്ങൾ കടന്നു വരിക. ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. കൂടാതെ ദൈവിക പദ്ധതിക്കനുസരിച്ച് നിങ്ങൾക്ക് ആത്മീകമായി വളരുവാനും ഒക്കെയുള്ള അവസരമുണ്ട്. നിങ്ങൾ കടന്നു വരിക. നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുവല്ലോ. ഇന്ന് നാലാമത്തെ ദിവസമാണ്. തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ നടക്കുന്ന നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി തൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി. തൻ്റെ മകന് വിസ പ്രോസസ്സിംഗ് നടക്കുമായിരുന്നു. അത് അപ്രൂവലാകുവാൻ വേണ്ടി അവർ പ്രാർത്ഥന ക്രമീകരിച്ചു. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം സാക്ഷ്യമായി പറയുവാനിടയായി ആ വിസ അപ്രൂവലായിട്ടുണ്ട് എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി. ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷക ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം കരകി ഉപവാസത്തിൻ്റെ നാലാമത്തെ ദിവസം കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന കുടുംബം ജൂഡബല ശംതന വൈഡവന ധേരേഗസിയാം തേന് കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ കൊയ്ത വിഷയം എറിയപ്പെട്ട വിഷയം അത് അനുഗ്രഹമായി കൊയ്തെടുക്കുവാൻ ഹല്ലേലൂയ ആർപ്പോടെ കൊയ്തെടുക്കുവാൻ സ്വർഗം ആ കുടുംബത്തെ അങ്ങ് ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. അപ്പോൾ ഈ ചൊവ്വാഴ്ച രാത്രിയിലും യേശുവേ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പണത്തോടെ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ജൂഡാബന ഹതനഘടക സിയാപ്തനെ ധിമാനഘടക ശംതാരകന മക്കളെ ഓർത്തുള്ള വേദനകൾ ജൂഡാബന ഹന്തന ഹതനഘടക സിയാപ്തനെ ധിമാലഘടക ശംതന അനുസരണം കെട്ട തലമുറകളെ ഓർത്ത്, രോഗികളായ മക്കളെ ഓർത്ത്, വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കളെ ഓർത്ത്, ഭാവിക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ യേശുവേ നീ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. ജൂഡാബന ഹന്തന ഘടകശിയാം തന്നെ തലമുറകൾക്ക് വേണ്ടി അത്ഭുതം സ്വർഗം അങ്ങ് പ്രവർത്തിക്കണം. കരയുന്ന കണ്ണുനീരുകൾക്ക് എൻ്റെ ദൈവം ഒരു മറുപടി അയക്കണമേ. അപ്പാ യേശുവേ തലമുറകൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ. ആ മക്കൾക്ക് മാനസാന്തരപ്പെടേണ്ട തലമുറകൾ ലോകത്തിൻ്റെ വഴികളിൽ പാപത്തിലും മദ്യത്തിലും മയക്കുമരുന്നിലും വ്യഭിചാര ബന്ധനങ്ങളിലും സ്നേഹബന്ധങ്ങളിലും കുരുങ്ങിക്കിടക്കുന്ന തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ
ലോകത്തിന്റെ വഴികളിൽ നിന്ന് അപ്പ ഒരു മടങ്ങിവരവ് ജൂഡാബല ഹംദല ഹടകശിയാംതേനെ ദീപലഘടക ശംതാരകന അനുസരണം കെട്ട തലമുറകൾ ദൈവസന്നിധിയിലേക്ക് ഒരു മടങ്ങിവരവ് ജൂഡാബല ഹംദരഘടകശിയ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. തലമുറകൾ മാനസാന്തരപ്പെടട്ടെ. തലമുറകൾക്കൊരു മടങ്ങിവരവ് ഉണ്ടാകട്ടെ. അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കട്ടെ. അപ്പ യേശുവിന്റെ നാമത്തിൽ രോഗികളായ മക്കളെ ഓർത്ത് അപ്പ കുഞ്ഞുനാളിലെ രോഗം അനുഭവിക്കുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നീ മനസ്സലിയണം, നീ ഒരു അത്ഭുതം ചെയ്യണം. തലമുറകളുടെ രോഗങ്ങൾ മാറണമേ. ബന്ധിക്കപ്പെട്ട തലമുറകൾ, ബന്ധനങ്ങളിൽ കുരുങ്ങിപ്പോയ തലമുറകൾ, നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ല, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. നിന്റെ തലമുറ രാജ്യം കടന്നു പോകത്തില്ല. അതിർവരമ്പിടുന്ന വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ മക്കളെ ഓർത്ത് ആമേൻ, കുടുംബത്തിനകത്ത് നിന്ന് എഴുന്നേൽക്കുന്ന ശാപത്തിന്റെ വാക്കുകൾ ജൂഡാബല ഹതനഘടകശി ആമേൻ, എന്റെ തലമുറയേക്കാൾ നിന്റെ തലമുറ ഉയരണ്ട എന്ന് ആഭിചാരം ചെയ്യുന്ന ആഭിചാര മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങളെ പൊട്ടിക്കണമേ. കെട്ടുകൾ അഴിയട്ടെ. ജൂഡാബല അർത്ഥനഘടകശിയ പരീക്ഷ എഴുതുന്ന തലമുറകൾക്കായി സ്തോത്രം. യേശുവേ, പരീക്ഷയുടെ ദിവസങ്ങളാണല്ലോ. കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണമേ. അവർ നല്ല വിദ്യാഭ്യാസങ്ങൾ ഉണ്ടാകട്ടെ. അപ്പ യേശുവിന്റെ നാമത്തിൽ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണമേ. തലമുറകളുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണമേ. അവരുടെ ബുദ്ധിയെ കെട്ടുന്ന എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും പോരുകളും പോരാട്ടങ്ങളും ജൂഡാബല ഹംദന ഹതനഘടകശി അഴിഞ്ഞു മാറട്ടെ. ഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന തലമുറകൾ യേശുവേ, മക്കൾക്ക് നല്ല ഭാവി ജീവിതങ്ങൾ ഉണ്ടാകണമേ. തലമുറകൾക്ക് നല്ല ഭാവികൾ ഉണ്ടാകണമേ. ഭാവിയുടെ മേൽ അവകാശം പറഞ്ഞ് തടഞ്ഞു വെക്കുന്ന എല്ലാ കെട്ടുകളും ബാധിപ്പുകളും അഴിഞ്ഞു മാറട്ടെ. മക്കൾക്ക് നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ തലമുറകൾക്ക് നല്ല ജോലി ലഭിക്കട്ടെ. യേശുവിന്റെ നാമത്തിലപ്പ തലമുറകളുടെ ജോലികളെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു മാറ്റാം. മക്കളായിരിക്കുന്ന രാജ്യങ്ങൾ കടന്നു പോകട്ടെ. മക്കൾ പണിയുന്ന ഭവനങ്ങളിൽ പാർക്കട്ടെ. അപ്പ മക്കൾ വാങ്ങുന്ന വസ്തുക്കളിൽ അവർ സന്തോഷത്തോടെ ആയിരിക്കട്ടെ. മക്കൾ വാങ്ങുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യട്ടെ. തലമുറകളുടെ സന്തോഷം നന്മകൾ കരങ്ങളിൽ വാങ്ങട്ടെ. അപ്പ മക്കളുടെ കുടുംബജീവിതം, മക്കളുടെ മക്കളെ കാണുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ആ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും എല്ലാ പദവികളും മാതാപിതാക്കൾ കണ്ട് സന്തോഷിക്കട്ടെ. അപ്പന്റെ കരം പ്രവർത്തിക്കും. യേശുവിനാം തന്നെ പിതാവേ, ആമേൻ. നിങ്ങളിത് പ്രാർത്ഥന വിഷയമായി ഫയർപ്പെട്ടായിരിക്കുന്നു. സ്ക്രീൻ നമ്പറേക്ക് വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ്. നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥന ഷോ വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ വെള്ളിയാഴ്ച ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11 മണി മുതൽ 1 മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 12 മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല പ്രീഷർ ഫാമിലും ഉച്ചയ്ക്ക് 3 മണി മുതൽ നെയ്യാറ്റിൻകര മരവള താന്നുമുടി ജംഗ്ഷൻ MS പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടറോട് ഒരു മീറ്റിംഗ് കൂടെ കടന്നു വരിക. നേരോട് അറിയിക്കുക. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.